നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോ, അതായത് 15/6/2026 തിങ്കളാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില വീണ്ടും കുതിപ്പിലേക്ക്. ഹോർമോസ് കടൽ തുറക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും സ്വർണ്ണവിലയിൽ വൻ മാറ്റം. അതിൻ്റെ ചുവടിയായി കേരളത്തിലും സ്വർണ്ണവില കൂടി. ഏഷ്യൻ സമാധാന നീക്കത്തെ തുടർന്ന് ഒരു ഗ്രാമിൻ്റെ മുകളിൽ 225 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1800 രൂപയാണ് ഇന്ന് കൂടിയത്. കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,890, ഒരു പവൻ 1,11,120. അതുപോലെ 24 ക്യാരറ്റ് 15,153, ഒരു പവൻ 1,21,224. അതുപോലെ 18 ക്യാരറ്റ് 11,365, ഒരു പവൻ 90,920. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇറാനും US-ഉം തമ്മിൽ സമാധാന കരാറിലേക്ക് കടക്കാൻ ഏതാണ്ട് ജൂൺ 19 ജനീവയിൽ വെച്ച് കരാർ ഒപ്പിടാൻ തീരുമാനിച്ചതുമാണ് സ്വർണ്ണത്തിന് മുന്നേറാനുള്ള വഴി തുറന്നത്. ഇതോടെ ക്രൂഡ് ഓയിലിൻ്റെ വിലയും കൂപ്പുകുത്തി. ഡോളറിൻ്റെ ബോണ്ടും ഇല്ലും തകർന്നു. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടി. കോട്ടയം വില നോക്കുമ്പോൾ RSS പോർക്കിൽ 273, RSS പൈക്കിൽ 270, ISN20 220, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 169 5 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS പോർക്കിൽ 273, RSS പൈക്കിൽ 270. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS പോർക്കിൽ 262, RSS പൈക്കിൽ 259. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS പോർക്കിൽ 304 രൂപ 12 പൈസ, RSS പൈക്കിൽ 303 രൂപ 68 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 രൂപയാണ് റബ്ബർ വിലയിൽ കൂടിയിരിക്കുന്നത്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാറിനെ വളരെയേറെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുമെന്ന് ഇന്ത്യ വളരെയേറെ പ്രതീക്ഷിക്കുന്നു. ഹോർമോസ് കടൽ തുറക്കും. ആദ്യം കടക്കുന്ന ഇന്ത്യൻ കപ്പൽ. 4 മാസം നീണ്ട യുദ്ധത്തിന് വിരാമമിട്ട ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ കാഹളം. 60 ദിവസത്തെ വെടിനിർത്തലിൻ്റെ ഉന്നമിടുന്ന സമാധാന ഡീലിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും US-ഉം തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് 2 രാജ്യങ്ങളും സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.